ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണി പോവാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും കല്യാണിക്ക് വല്ലാത്തൊരു വിഷമം, പോണോ വേണ്ടിയോ എന്നുള്ള വിചാരത്തിലിരിക്കുകയാണ്. കല്യാണി നേരെ റൂമിലേക്ക് പോകുമ്പോൾ കിരൺ വല്ലാത്ത വിഷമത്തിലാണ് കേട്ടോ. പക്ഷെ വിഷമം കാണിക്കുന്നില്ല. കല്യാണിനെ കാണുന്നതിനെ കിരൺ കണ്ണൊക്കെ തുറച്ചിട്ട് കല്യാണി പോവാൻ റെഡിയായല്ലോ അല്ലേ, ദേ നോക്ക് അവിടെ പോയി കഴിയുമ്പോൾ ഞങ്ങളൊന്നും മറക്കരുത് കേട്ടോ, വിളിക്കണം കേട്ടോ, വീഡിയോ കോളൊക്കെ വിളിക്കണമെന്ന് പറയാണ്. കിരണേട്ടാ ഞാൻ പോകണമെന്ന് നിർബന്ധമാണോ, എനിക്കെന്തോ പോവാൻ തോന്നുന്നില്ല. ഇത് കൊള്ളാലോ, താനിത് വർത്താനോ പറയണത്, പോവാൻ തോന്നണില്ലെന്നോ? ദേ നോക്ക്, ആർക്കും പെട്ടെന്ന് കിട്ടാത്ത അംഗീകാരമാണിത്. നോക്ക്, നാളെ കഴിയുമ്പോഴേക്കും തൻ്റെ വാർത്ത ടി വിയിലും പത്രത്തിലൊക്കെ നിറഞ്ഞു വരും. അത് ഞങ്ങളൊക്കെ എല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ്. താനിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എനിക്കെന്തോ പോവാൻ തോന്നുന്നില്ല കിരണേട്ടാ, എന്തോ വല്ലാത്തൊരു പേടി പോലെ, മനസ്സിലെന്തോ ഒരു പേടി പോലെ തോന്നണം. കിരണേട്ടൻ അറിയാലോ എനിക്കെങ്ങനെ എന്തിനും തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ നടക്കുമെന്നുള്ളത്. അതുകൊണ്ട് വേണ്ട കിരണേട്ടാ, നമുക്ക് ഈ അംഗീകാരത്തിനേക്കാളൊക്കെ എത്രയോ വലുതാണ് മനസ്സമാധാനമുള്ള ജീവിതം. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല കിരണേട്ടാന്ന് പറയണത്. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ ശരിയില്ല കേട്ടോ. എല്ലാവരും തൻ്റെ നല്ല ആ ചടങ്ങിനെ വേണ്ടിയിട്ടും താൻ സമ്മാനം മേടിക്കണത്, തന്നെ ആദരിക്കുന്ന ചടങ്ങ്, അവിടുത്തെ കോമ്പറ്റീഷൻ എല്ലാം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് താൻ ഇങ്ങനെ പറയാവോ? എടോ, തനിക്കൊന്നും സംഭവിക്കില്ല. താൻ ഒരാഴ്ച ഇവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്, തൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നുന്നതാണ്. നോക്ക്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയാണ്. കല്യാണി പറയണ്ട് വീണ്ടും വീണ്ടും, കിരീട്ടൻ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, അതുപോലെ തന്നെ കല്ലുമോനെ സൂക്ഷിക്കണം, അമ്മ അച്ഛൻ എല്ലാവരെയും സൂക്ഷിക്കണം എന്ന് പറയാണ്. എടോ, താനിങ്ങനെ എടുത്തെടുത്ത് പറയണ്ട, എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, താൻ തൻ്റെ കാര്യം നോക്കിയാൽ മതി. നോക്ക്, ഹരിയേട്ടൻ അറിയാണ്ട് താൻ എവിടെയും പോകരുത്. അത് മാത്രമല്ല, എവിടെ പോകുമ്പോഴും താൻ എന്നെ വിളിച്ച് പറയണം, എപ്പോഴും താൻ അപ്ഡേറ്റഡ് ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും എന്നോട് പറയണം കേട്ടോ. കിരണേട്ടൻ ഞാൻ പോകുന്നില്ല. ഇനി താനിങ്ങനെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ. തൻ്റെ നല്ല പോകുന്ന നല്ല ഇത് കാണാനായിട്ട് ഒരുപാട് പേര് തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. താൻ അത് ആലോചിക്കുക കേട്ടല്ലോ, ഒന്നും കൊണ്ട് പേടിക്കണ്ട, വാ എന്ന് പറഞ്ഞിട്ട് കല്യാണിയും കൂട്ടിക്കൊണ്ട് നമ്മുടെ രൂപയുടെയും സേൻ്റെ അടുത്തേക്ക് പോകും. രൂപയുടെയും സേൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കല്യാണി മോള് പോകാനായിട്ട് റെഡിയായല്ലോ എന്ന് പറഞ്ഞിട്ട് രൂപ നമ്മുടെ കല്യാണിനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. അമ്മേ ഞാൻ പോകണം. കല്യാണി മോളെ പോവാൻ റെഡിയായിട്ട് നിൽക്കുമ്പോഴാണോ വീണ്ടും പോകണമെന്ന് ചോദിക്കുന്നത്? ഒന്നും പേടിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, മോള് പേടിക്കണ്ട എന്ന് പറയാണ്. സേനും പറയണ്ട്, മോളിങ്ങനെ പേടിച്ചാലോ, ഒന്നും കൊണ്ട് പേടിക്കണ്ട, നോക്ക് അവിടെ പോകുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രം മോൾ ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കല്യാണിനെ യാത്രയാക്കാട്ടോ. കല്യാണി പോകുന്ന കാര്യം രാഹുൽ അറിയുന്നുണ്ട്. രാഹുൽ അപ്പം തന്നെ കുറേ വാടക ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കാണ്. അവൾ ഡൽഹി എത്തരുത്, അവൾ എയർപോർട്ടിൽ എത്തുന്ന മുമ്പ് തന്നെ അവളങ്ങോട്ട് തീർത്തേക്ക് എന്ന രീതിയിൽ കുറേ വാടക ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കാണ്. രാഹുൽ വിചാരിക്കും എന്തായാലും കല്യാണി തിരിച്ചു വരാൻ പോകുന്നില്ല, കിരണ് എൻ്റെ മോളെ കൊണ്ടുതന്നെ കെട്ടിക്കണം, അതിനുള്ള അവസരം ദൈവമായിട്ട് തന്നതാണ് എന്ന് രാഹുൽ വിചാരിക്കുകയാണ്. അങ്ങനെ രാഹുൽ ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കി കല്യാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പറഞ്ഞയക്കും കേട്ടോ. അതേസമയം നമ്മുടെ ഷാരിയുടെ വീട്ടിലാണെങ്കിലോ താര കുറേ പലഹാരങ്ങളൊക്കെ ആയിട്ട് സരുവിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. സരുവിന് ഇന്ന് നാളെ ഒന്ന് പറഞ്ഞിട്ട് പ്രസവ ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ തൻ്റെ മോൾക്ക് കുറച്ച് തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ ആയിട്ട് താര വരുവാണ്. വാതിലിൽ ബെല്ലടിക്കുമ്പോഴേക്കും ഷാരിയാണ് വാതിൽ തുറക്കുന്നത്. നീയോ, നേരത്തെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരരുതെന്ന്? നോക്ക്, നിന്റെ മോളും ആരും ഇവിടെ ഇല്ല, പിന്നെ നീ എന്തിനാണ് വരുന്നത് എന്ന് പറയുമ്പോൾ താര പറയുന്നുണ്ട് എൻ്റെ മോളാണ് സരിയു മോളെന്ന് ആക്ഷൻ വഴി കാണിക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട് ഒരിക്കലുമല്ല, സരിയുവിനെ ഞാൻ പ്രസവിച്ചതാണ്, എൻ്റെ മോളാണ് സരിയു എന്ന് പറയുമ്പോൾ താര വീണ്ടും വീണ്ടും പറയാണ് അല്ല, എൻ്റെ മോളാണ് സരിയു, എൻ്റെ മാത്രം മോളാണ് സരിയു എന്ന് പറയാണ്. നിനക്ക് എന്താണ് ഇത്ര ഉറപ്പെന്ന് പറയുമ്പോൾ ഉറപ്പുണ്ട്, എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട് എന്ന് പറയാണ്. തെളിവോ? നീ മര്യാദക്ക് പോകാൻ നോക്ക് എന്ന് പറയാണ്. പോവില്ല, എനിക്ക് സരയുനെ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കാട്ടോ താര. ആ സമയത്ത് ഷാരി മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സരയും അതുപോലെ തന്നെ മനോഹറും നല്ല ഉച്ചമയക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ പതുക്കെ താരയെടുത്ത് കാര്യങ്ങൾ പറയാണ്. സരയു, ദൈവത്തെ ഓർത്ത് നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്, അവൾ നല്ല ഉറക്കമാണ്, അവളെ ശല്യപ്പെടുത്തരുത് എന്ന് പറയാണ്. എനിക്ക് എൻ്റെ മോളെ കാണും, അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് താര പറയുമ്പോൾ നീ മര്യാദക്ക് പോവാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര പിടിയും വലിയും അടിയും പിടിയൊക്കെ ആവാട്ടോ. താരനെ പിടിച്ച് തള്ളുവാണ് ഷാരി. മരിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ആ സമയത്ത് അവളുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ ഒരു ആനയുടെ തുമ്പിക്കൈയിൽ താരയുടെ തലയുടെ പുറകയിൽ അടിച്ചു കൊള്ളുവാണ്. താരക്ക് അപ്പം തന്നെ ബ്ലീഡിങ് ആയിട്ട് മരിച്ചു പോകുവാട്ടോ. ബോധം നിലത്തേക്ക് വീഴുവാണ്. ചെറിയൊരു ഒച്ച കേട്ടിട്ട് നമ്മുടെ മനോഹർ നിലത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് കാണുന്ന കാഴ്ച ഷാരി താരനെ വലിച്ചെടുത്തുകൊണ്ട് പോകുവാണ്. അത് കാണുമ്പോൾ മനോഹർ ആകെ ഞെട്ടിപ്പോവാണ്. മനോഹർ നോക്കുമ്പോഴേക്കും സരയു നല്ല ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ഇറങ്ങി പെട്ടെന്ന് തന്നെ നിലത്തേക്ക് ഇറങ്ങി വരുവാട്ടോ മനോഹർ.
മനോഹറിനെ പെട്ടെന്ന് കാണുമ്പോൾ ഷാരി ആകെ ഞെട്ടിപ്പോവാണ്. മനോഹർ വേഗം തന്നെ അമ്മ എന്താ കാണിച്ചത്? ഇവരെന്താ അമ്മ ചെയ്തത്? മോനെ ഞാനൊന്നും ചെയ്തില്ല, പിടിച്ചു തള്ളിയപ്പോൾ അവരവിടെ വീണതാണ്, അവരുടെ ബോധം പോയെന്ന് തോന്നുന്നു. എന്തായാലും പുറത്തേക്ക് എങ്ങനെ വെക്കാം, അവർ ബോധം വരുമ്പോൾ എഴുന്നേറ്റ് പോയിക്കോളും. അമ്മേ ഇത് ബോധം പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അവർക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. മോനെ എന്തേ പറയണത് എന്ന് പറയുമ്പോൾ അതെ അമ്മ ഒന്ന് മാറിക്കേ എന്ന് പറയട്ടെ. മനോഹർ അങ്ങോട്ടേക്ക് നോക്കുവാണ്. അതിനുശേഷം ജീവനുണ്ടോന്ന് ഇങ്ങനെ ശ്വാസം ഉണ്ടോന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, കയ്യിൽ ഇങ്ങനെ പിടിച്ച് നോക്കുന്നുണ്ട്. ആ സമയത്ത് മനോഹറിന് മനസ്സിലാവാണ് താര മരിച്ചു പോയെന്ന്. അങ്ങനെ മനോഹർ പറയുന്നുണ്ട്, അമ്മേ ഈ ആന്റി മരിച്ചു പോയിട്ടോ. മോനെ എന്തേ പറഞ്ഞത്? അങ്ങനൊന്നും സംഭവിക്കില്ല, ഞാൻ അതിന് മാത്രം ഒന്നും ചെയ്തില്ല മോനെ. അമ്മ ചെയ്തപ്പോഴേക്കും അവരുടെ തല പുറകിൽ അടിച്ചുകൊണ്ടത്, അവര് മരിച്ചു പോയമ്മേ, സ്പോട്ടിൽ തന്നെ മരിച്ചു പോയെന്ന് പറയുമ്പോൾ ഷാരി പെട്ടെന്ന് പൊട്ടിക്കരയാട്ടോ. മോനെ ഞാൻ എന്ത് ചെയ്യും മോനെ, മനഃപൂർവ്വം അല്ല ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ അമ്മേ എനിക്ക് സത്യങ്ങളൊക്കെ അറിയാം, സരയു താരയുടെ മകളാണെന്നുള്ള സത്യമൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. മോനെ നിനക്കറിയായിരുന്നു എല്ലാ സത്യം? എനിക്കറിയായിരുന്നു അമ്മേ. ആരുടെ മകളായാലും എന്താ, സരയു എൻ്റെ ഭാര്യയല്ലേ എന്ന് പറയണം. മോനെ എന്നോട് ക്ഷമിക്ക്, ഞാനതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. എനിക്ക് നിങ്ങളുടെ കൂടെയൊക്കെ ഒരുപാട് നാളെ ജീവിക്കണം. എനിക്ക് സരയു മോളെ അങ്ങനെ പെട്ടെന്ന് ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല, എനിക്ക് മനസ്സിലായി. പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവരാരെങ്കിലും കണ്ടുപിടിച്ച് അമ്മ ജയിലിൽ പോയിട്ട് വരും, പിന്നെ ഒരിക്കലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അമ്മയുടെ മോളെ മാത്രമല്ല ആരെയും നമുക്ക് കാണാൻ പറ്റില്ല. മോനെ ഒന്ന് സഹായിക്കണം മോനെ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കിത് മറവ് ചെയ്യാം, അല്ലാതെ വേറൊന്നും നമുക്ക് നിവൃത്തിയില്ലാമ എന്ന് പറയാണ്. മറവ് ചെയ്യാനോ? അതെ, പുറകിൽ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, നമുക്ക് മറവ് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ മനോഹറും ഷാരിയും കൂടെ താരയുടെ ഡെഡ് ബോഡി മറവ് ചെയ്യുവാട്ടോ. അതിനുശേഷം മനോഹറിനെ കൈ കൂപ്പുവാണ് ഷാരി. മോനെ ഈ കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുതെന്ന് പറയാണ്. ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് ഞാൻ ആർക്കും പറയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇത് ഉപയോഗിച്ചിട്ട് ഇവരെ ഒരുപാട് കാര്യങ്ങൾ, അതായത് അടിമേനെ പോലെ ആക്കണം എന്നൊക്കെ മനോഹർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഷാരി വലിയൊരു കൊലപാതകം ചെയ്തിരിക്കാട്ടോ. പക്ഷെ എല്ലാത്തിനും ഒരു തെളിവുണ്ടാവുമെന്ന് പറയാറില്ലേ, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഹോളിൽ വെച്ചിട്ടാണ്. എല്ലാവരും പ്രത്യേകം ആ പ്രൊമോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഹോളിൽ വെച്ചിട്ടാണ്. ഹോളിൽ രൂപ കുറച്ച് നാൾ മുമ്പ് ഒരു ഒളി ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ആ ക്യാമറ ഇപ്പോഴും വർക്കിംഗ് ആണ്. അങ്ങനെ ഈ ഒരു തെളിവ്, അതായത് ഷാരി മനോഹറും കൂടിയിട്ട് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ രൂപ മനസ്സിലാക്കാണ്. അത് മനസ്സിലാക്കുന്ന രൂപ ആകെ തകർന്നു പോവാണ്. താര മരിച്ചു പോയല്ലോ, കാരണം ഒരു പാവ സ്ത്രീ മരിച്ചു പോയി, അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം അവർക്ക് കിട്ടിയിട്ടില്ല, ഒരു സന്തോഷം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അവർ മരിച്ചു പോയെന്നുള്ള സത്യം രൂപ മനസ്സിലാക്കാണ്. ആ തെളിവും രൂപയുടെ കയ്യിലുണ്ട്. എല്ലാത്തിനും പിന്നില് നമ്മുടെ ഷാരിയും അതുപോലെ തന്നെ കൂടെ നിന്നത് മനോഹരമാണെന്നുള്ള തെളിവ്. അതുകൊണ്ട് തന്നെ രൂപ ഈ തെളിവ് വെച്ചിട്ട് മിക്കവാറും അവരെ ജയിലിലാക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങളെല്ലാം ആദ്യം മനസ്സിലാക്കുന്നത് രൂപ തന്നെയായിരിക്കും. അതിനാണ് കുറച്ച് നാൾ മുമ്പ് രൂപ അവിടെ ആ ഒരു ക്യാമറ വെച്ചത്, എല്ലാ കാര്യങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടിട്ടാണല്ലോ സേനന്റെ പിന്നാലെ ഇവർ ഗുണ്ടകളെ വെച്ചപ്പോൾ രൂപ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് സേനനെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും ഷാരി കുടുങ്ങാൻ പോകുന്ന ഭാഗങ്ങൾ തന്നെയാട്ടോ നമ്മളിനി കാണാൻ പോകുന്നത്. പ്രൊമോയിൽ കാണിച്ചതാകെ ഒരു ദിവസത്തെ പ്രൊമോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ബാക്കി പ്രൊമോ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. അപ്പം അത് കാണിക്കായിരിക്കും, കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.